ദോശയ്ക്കും ഇഡ്ഡലിക്കും പറ്റിയ നല്ലൊരു ചട്നിയാണ് കേട്ടോ അത്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസും ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടാക്കാമെന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എങ്ങനെയാണ് തയ്യാറാക്കുക നോക്കിയാലോ. ചൂടായ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പിടാം. ചെറുതായി ഒന്ന് ചോർന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് നിലക്കടല ഇടാം. നമ്മുടെ തൊലി മാറ്റിയിട്ട് വേണം ഇടാൻ. ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് ഇടാം. ഒന്ന് ചെറുങ്ങനെ സോട്ട് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ചേർക്കാം. ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് ചേർക്കാം. എല്ലാം കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. ഞാനിവിടെ ഒരു 2 മീഡിയം സൈസുള്ള സവാളയാണ് ചേർത്തത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉള്ളി നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് നമുക്ക് 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ചേർക്കാം. മുളക് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റുക. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിച്ച് വന്നാൽ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം വാളൻപുളി ചേർക്കാം. മിക്സിയുടെ ജാറിലേക്കിട്ട് ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഉപ്പ് ആവശ്യമാണെന്ന് തോന്നിയാൽ കുറച്ചുകൂടി ഇടാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ഉള്ളിച്ചട്ടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഇങ്ങനെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കൂ കേട്ടോ. ജോലിക്ക് പോകുന്നവർക്കൊക്കെ സമയം ലാഭിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.